ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ സ്നേക്ക് ഹെഡ് ഫിഷിംഗ് കേട്ടോ. വരാൽ പിടിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് റിസൾട്ടുള്ള ഫ്രോ കേട്ടോ. ഫ്ലൈമെൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡ്രാഗൺ എന്ന് പറയുന്ന ഫ്രോ കേട്ടോ. സ്നേക്ക് ഹെഡ് ഫിഷിങ്ങിന് കിടുക്കൻ റിസൾട്ട് കേട്ടോ. ഞാൻ ഉപയോഗിച്ചിട്ട് ഒന്നും പറയാനില്ല, പക്ക റിസൾട്ട് സാധനം കേട്ടോ. ഇതുണ്ട്, ഡ്രാഗണിൻ്റെ തല പോലെ ഇരിക്കുന്നത്. ഭയങ്കര ഉക്കപ്രേഷ്യം കേട്ടോ, നല്ല സോഫ്റ്റ് റബ്ബറാണ്. ഇതിൻ്റെ ഡബിൾ സ്പിന്നറാണ് വരുന്നത് കേട്ടോ, ഒരു സിവിലയിൽ. ഇതുണ്ട്, ഇതിങ്ങനെ ഈ സ്പിന്നർ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇച്ചിരിയുടെ ലെങ്ത് കിട്ടും. അപ്പം വെള്ളത്തിൽ ഇങ്ങനെ പുളിപുളാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി വരും കേട്ടോ. സോഫ്റ്റ് റബ്ബറാണ് കേട്ടോ, നല്ല ഉക്കപ്രേഷ്യം കേട്ടോ. ഇതുകൊണ്ട് ഇത്രയൊക്കെ പ്രേഷ്യമുണ്ട്. വീഡിയോ കണ്ടിട്ട് ഫ്രോഗ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലായിട്ട് കൊടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഡ്രാഗൺ ഉപയോഗിച്ച് ഫസ്റ്റ് ഡേ ആണ്. ഇതിൽ നമുക്ക് ഒരു പ്രാവശ്യം ഫോളോ തന്നിട്ട് 2 പ്രാവശ്യം അതിങ്ങനെ സ്ട്രൈക്ക് ചെയ്ത്, പക്ഷേ കറക്റ്റ് അടി കിട്ടിയില്ല അതിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ മിസ്സായെന്ന് വെച്ചുകൊണ്ട്, അതായത് മീൻ പോയെന്ന് വെച്ചുകൊണ്ട് ഞാൻ ക്യാമറ ഓഫായി കഴിഞ്ഞപ്പോൾ അതിനെ സ്ട്രൈക്ക് ചെയ്ത്. അതുകൊണ്ട് നമുക്ക് മീനിൻ്റെ സ്ട്രൈക്ക് ഹുക്കപ്പം കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിൽ ഈ ഫ്രോഗിലടിച്ച ഫസ്റ്റ് മീനായതുകൊണ്ട് കേട്ടോ ഞാൻ ഇടുന്നത്. ഫിഷ് ഓൺ. ഒരിടത്തരം. എൻ്റെ പൊന്നെ, മാര കുക്കപ്പ് ഇതുണ്ടോ. എൻ്റെ ദൈവമേ, സെറ്റ് സാധനം കേട്ടോ. ഇമ്മാതിരി കുക്കപ്പ്, ഹെവി റിസൾട്ടാണ് കേട്ടോ. അത് 2-3 പ്രാവശ്യം നമുക്ക് ഫോളോ തന്നായിരുന്നേ. അത് തന്നെ അവിടെ എറിഞ്ഞ്, പക്ഷേ ഹുക്കപ്പിൻ്റെ മാത്രം നമുക്ക് വീഡിയോ കിട്ടിയില്ല. നോക്കിയിരിക്കുന്നുണ്ടോ എൻ്റെ പൊന്നെ. ഡ്രാഗൺ ഒരു രസമില്ല. തീര് ആ ദിവസം തന്നെ 2ാമത്തെ മീനാണ് കേട്ടോ. ഇതിൻ്റെയും സ്ട്രൈക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ ഹുക്കപ്പ് നല്ല അടിപൊളി ഹുക്കപ്പ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. ഡ്രാഗണാന്ന് പോലും മനസ്സിലാകാത്ത പോലെ. കൈ കൊണ്ട് കേട്ടോ. ഡ്രാഗൺ ഹുക്കപ്പ് നോക്കി, എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. അത് വീണ്ടും പറയണം, ഹുക്കപ്പ് ഒരു രക്ഷയില്ലേ. ഓക്കെ, ഇന്ന് സെക്കൻഡ് ഡേ ആട്ടോ. നമ്മൾ ഡ്രാഗൺ അത്യാവശ്യം നല്ല സ്ട്രൈക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്രോഗിനെ കുറിച്ച് പറയാനാണെങ്കിൽ സൈസ് വരുമ്പോഴത്തേന് 5.5 സെൻറ്റിമീറ്ററും വെയിറ്റ് വരുമ്പോൾ 8 to 9 ഗ്രാം വെയിറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് ഈ മീൻ സ്ട്രൈക്ക് ചെയ്യുന്ന ഭാഗം കണ്ടോ, അതിൻ്റെ തൊട്ടപ്പുറേ ഇളം പച്ച കളറിൽ കാണുന്നതാണ് ശരിക്കുമുള്ള കുഴി. അപ്പം നമ്മൾ മീൻ അടിച്ചേക്കുന്നത് കണ്ടത്തിൽ നിന്ന്, അതായത് കുഴിയിൽ നിന്ന് വെള്ളം കണ്ടത്തിലോട്ട് കയറിയിരിക്കുന്ന ഭാഗം കേട്ടോ. സെറ്റ് ഒരു കളർഫുള്ള് നാടൻ വരാൽ. ഇതുണ്ടോ എൻ്റെ പൊന്നെ, കളർ കണ്ടോ, കൊള്ളാല്ലേ. ഡ്രാഗണാ കേട്ടോ. അതുകൊണ്ട് ഒരു ഹുക്കേ കയറിയിട്ടുള്ളൂ. എൻ്റെ പൊന്നെ കിടുക്കം ഹുക്കപ്പ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇതുണ്ടോ സോഫ്റ്റ് ഫ്രോഗ് ഉണ്ടോ. ഫ്രോഗിനൊരു ക്യാപ്സ്യൂൾ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല ലോങ് കാസ്റ്റിങ് കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഈ ഫ്രോഗ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലുമായിട്ട് കൊടുത്തേക്കാം കേട്ടോ. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലൂടെ കൊടുത്തേക്കാം കേട്ടോ. ചിന്ന പേടയത് മീൻ കരയെ കയറിയപ്പോൾ തന്നെ സ്റ്റിക്കിൻ്റെ ടോപ്പിലെ പോയി സൂരിപ്പോയി. ഡ്രാഗണാട്ടാ വീണ്ടും. ഇതിൻ്റെ കുഴപ്പമില്ലാത്തൊരു സൈസാണ്. ഫിഷ് ഓൺ. നിങ്ങളുടെ ഈ സ്പോട്ട് ശ്രദ്ധിച്ചാൽ അറിയാം, 2 സൈഡിലായിട്ട് വെള്ളമാണ്. ഇതിൻ്റെ സെൻറ്ററിൽ വരമ്പാട്ടോ. ഈ വരമ്പിലോട്ട് പൊടിമീനെ അടിക്കാൻ കയറിയുന്ന വരാലേ അടിച്ചേക്കുന്നത്. അപ്പോൾ നല്ല റിസൾട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലൊക്കെ എറിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ടാണ് ഈ ഫ്രോഗിന്. ഡ്രാഗൺ ഇതുണ്ട്, ഹുക്കപ്പ് ഉണ്ടോ എൻ്റെ പൊന്നെ. ഹുക്കപ്പാട്ടോ ഇതിന്, അതിനൊന്നും പറയാനില്ല. ഓക്കെ, ഫ്രോഗിൻ്റെ റിസൾട്ട് കാണിക്കുന്നൊരു വീഡിയോ കേട്ടോ. നോക്കിയോ, ഇപ്പോൾ ഒരു അടി വരും കണ്ടോ. ഇതിൽ ചെറിയ വരാല, ഇത് വായിക്കാതെ കയറത്ത് പോയില്ല. ആ സൈസ് വരാല ഈ അടിക്കുന്നത്. അപ്പോൾ 2ാമത് അത് തന്നെ വീണ്ടും എറിയുകയാണേ. അടുത്ത സ്പോട്ടിൽ നിന്ന് പടി വരും. ഇതെന്ന് വെച്ചാൽ ചെറിയ എന്തോ പ്രാണി വെള്ളത്തിൽ കൂടെ വരുന്ന പോലെ വരുന്നത് കണ്ടോ. സ്ട്രൈക്ക് ചെയ്തുണ്ടോ. സ്ട്രൈക്ക് ഉണ്ടോ. വലിയ രീതി ഓളമൊന്നും ഉണ്ടാക്കാതെ ഒരു നോർമൽ ഒരു പ്രാണി വരുന്ന പോലെ വരുന്നതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് ഇതിന്. അപ്പോൾ നമുക്ക് ആ സ്പോട്ടിൽ നിന്ന് ഒരു മീൻ അടിക്കുന്നതിൻ്റെ വീഡിയോ കേട്ടോ. ഞാനിവിടെ കാസ്റ്റ് ചെയ്തു, റിട്രീവ് ചെയ്ത് തരുന്ന വഴിക്ക് നമുക്ക് ആ പായലയിൽ നിന്നൊരു മീൻ അടിക്കുന്നുണ്ട് കണ്ടോ. എന്നിട്ടത് മീൻ കിട്ടിയില്ല. പായലിലോട്ട് ആ ഫ്രോഗ് കയറിയോണ്ട് മീൻ കിട്ടിയില്ല. അത് ആ പായലിനകത്ത് തന്നെ ഒളിച്ചിരിക്കുക. 2ാമത് ഞാൻ ആ റൂട്ടിൽ കാസ്റ്റ് ചെയ്യുമ്പോഴത്തേനും അത് അടിക്കില്ല. അത് വെച്ച് കഴിഞ്ഞാൽ ആ മീൻ ഇച്ചിരി മാറി നിൽക്കും. മാറി നിന്ന് കഴിഞ്ഞ് ഇതുകൊണ്ട് ഞാൻ റിട്രീവ് ചെയ്തു, അവിടെ നിന്ന് അടിക്കുന്നില്ല കണ്ടോ.
ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ അത് അടുത്ത് മാറി നിൽക്കും. മാറി ഇങ്ങനെ പൊങ്ങി വരുന്ന കണ്ടുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി ദൂരത്തോട്ട് എറിയാതെ കണ്ടോ അടുത്ത് തന്നെ എറിഞ്ഞ് വലിച്ച്. ഇതിപ്പോൾ ഇവിടെ നിന്ന് അടിക്കുവേ, കണ്ടോ. ഫിഷ് ഓൺ. വലിയ കുഴപ്പമില്ലാത്ത സൈസിൽ നാടൻ വരാലാട്ടോ. 2-3 ദിവസത്തെ ഉപയോഗം കൊണ്ട് ആ ഫ്രോഗിൻ്റെ കളറൊന്ന് ജസ്റ്റ് ഫെയ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. ഡ്രാഗണാട്ടോ, വീണ്ടും ഡ്രാഗൺ. അപ്പോൾ കണ്ടോ ആ മീൻ രണ്ടാമത് അവിടെ തന്നെ നിന്നാ കണ്ടോ അടിക്കാൻ വേണ്ടി. മീൻ ഫ്രോഗ് സൈസ് ചെറുതായതുകൊണ്ട് മീൻ വീണ്ടും അടിക്കും. കാണിച്ചത് ഇത് കണ്ട. ഇവിടെ ഈ സ്ട്രൈക്ക് കണ്ടോ, ഫ്രോഗ് ഒന്ന് വെള്ളത്തിൽ വീണ് ആ കരയിലോട്ട് കയറാൻ വേണ്ടി വരുമ്പോൾ അടിക്കും. ഫിഷ് ഓൺ. അവിടെ നിറച്ച് വള്ളിപ്പുല്ലായതുകൊണ്ട് അതിലെല്ലാം ഉടക്കിയാണ് കയറി വരുന്നേ. എന്തോരം വലിച്ചു പറിച്ചാലും ആ ഹുക്ക് വിട്ടു പോകത്തില്ല. ഒരു ചെറിയ സൈസ് കേട്ടോ, ഒരു വിയറ്റ്നാം വരാലിൻ്റെ കുഞ്ഞാന്ന് തോന്നുന്നു കണ്ടിട്ട്. നല്ല വെളുത്ത കളർ ഡ്രാഗണാട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത മീൻ വേണ്ടി കാസ്റ്റ് കേട്ടോ. ഈ സ്പോട്ട് നമ്മൾ ആദ്യം 2 പ്രാവശ്യം എറിഞ്ഞ സ്പോട്ടാണ് കേട്ടോ. ആ ദൂരെ കാണുന്ന അവിടെ ആ തെളിഞ്ഞു കിടക്കുന്നിടത്ത് മീനിൻ്റെ ആക്ടിവിറ്റി കണ്ടിട്ട് എറിയുന്ന കേട്ടോ. ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് ഓൺ. നമുക്ക് ആ ഹുക്കപ്പ് കിട്ടിയില്ല. അവിടെ ഹുക്കപ്പ് കിട്ടി, പക്ഷെ അവിടെ സ്റ്റക്കായിപ്പോയി വീഡിയോ. എല്ലാം ചെറിയ സൈസ് കേട്ടാ. കണ്ട സോഫ്റ്റ് റബ്ബറിൻ്റെ ഇതറിയാണെങ്കിൽ അതിൻ്റെ ഹുക്കപ്പ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഉണ്ടോ ഡ്രാഗൺ. ഡ്രാഗൺ ഒരു പൊളി പൊളിക്കും. ഇത് തീ തുപ്പുമല്ല, തീ പാറുന്ന ഡ്രാഗണാ. അതിൻ്റെ സോഫ്റ്റ് കണ്ടോ. അയ്യോ, ആ മീനെ കയറിയേക്കുന്ന ഹുക്ക് തിരിഞ്ഞ് പുറത്ത് വന്ന്. ഫിഷ് ഓൺ. അപ്പോൾ ഡ്രാഗണെ നമ്മുടെ 9ാമത്തെ ലാസ്റ്റ് മീനാണ് കേട്ടോ. നമുക്ക് വേറെ 2-3 മീൻ മേടിച്ചതിൻ്റെ വീഡിയോ ഒന്നും കിട്ടിയില്ല, അത് വീഡിയോ എടുത്തില്ലായിരുന്നു കേട്ടോ. അയ്യേ, ഒരു കുഞ്ഞാപ്രിയ. ഏത് സൈസും കയറിക്കോളും കേട്ടോ. ഇത് കണ്ട, നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. റിലീസ് ചെയ്യുന്നതിന് വേണ്ട, കീറിപ്പോയി. റിലീസ് ചെയ്യാൻ പറ്റാത്ത സൈസാണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ തന്നെ ഫ്രോഗിൻ്റെ ആക്ഷൻ ഇങ്ങനെ കേട്ടോ വരുന്നത്. ഇത് ഒഴുക്ക് വെള്ളത്തിൽ ഇട്ടേക്കുന്നതുകൊണ്ടാണ് കാറ്റായിട്ട് കാണാത്ത. ഇച്ചിരി കൂടെ പൊങ്ങി വരും കേട്ടോ. സ്പിന്നർ കിടന്ന് തിളങ്ങുന്നുണ്ടോ. അനക്കമില്ലാത്ത വെള്ളത്തിൽ വരുമ്പോഴത്തേന് ഇങ്ങനെ കുളുകുള്ള ആ സൗണ്ട് ഉണ്ടാക്കി വരുന്നത് കേട്ടോ. അപ്പോൾ ഫ്രോഗ് പോകാൻ താല്പര്യമുള്ള നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിർത്തുവാണേ. ഓക്കെ, ബൈ.